نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهم ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലാണ്. കൂടെ മറ്റു സഹാബത്തുമുണ്ട്. യാത്രക്കിടയിൽ മിസ്വാക്ക് ചെയ്യുവാൻ ഒരു അറാക്കിന്റെ കമ്പ് അതെടുക്കുവാൻ വേണ്ടി ഒരു അറാക്കിന്റെ വൃക്ഷത്തിൽ കയറുകയാണ് മഹാനായ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കയറി ഈ കമ്പ് ഒടിക്കുന്ന സമയത്ത് ഒരു കാറ്റ് വീശുകയും അത്
അബ്ദുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുണ്ട് ഉടുത്ത തുണി അല്പം കാല് ഒളിവാകുന്ന രീതിയിൽ അത് പാറുകയും ചെയ്തു. ഈ സമയത്ത് അബ്ദുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ ശോഷിച്ച, മെലിഞ്ഞ്, മാംസമില്ലാത്ത ഇരു കാലുകളാണ് അബ്ദുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. മഹാനായ പണ്ഡിതനാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ സ്വഹാബിയാണ്. പക്ഷേ ഈ മെലിഞ്ഞ് ശോഷിച്ച കാലുകൾ വെളിവായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിൽ ചില ആളുകൾക്ക് ഒരു ചിരി വന്നു. ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. ഹദീസിൽ കാണാം, فَيَجْعَلُ الرِّيحُ تَفُوهُ فَنَظَرَ أَصْحَابُهُ إِلَى حَمُوشَةِ سَاقَيْهِ. ആ മെലിഞ്ഞ ശ്വസിച്ച കാലിലേക്ക് സ്വഹാബത്തില് കുറച്ച് ആളുകൾ നോക്കുകയും ഫളഹിക, അപ്പൊ ഒരു ചിരി വന്നു അവർക്ക്. സ്വാഭാവികമായിട്ടുള്ള ഒരു ചിരി അവർക്ക് വന്നു. ആ ചിരിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, മിമ്മാ തളഖത്തു, ഇപ്പൊ നിങ്ങൾ എന്തിനാ ചിരിച്ചത്? ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ചിരിച്ചത്? അപ്പൊ ഖാലു, അവർ പറഞ്ഞു, യാ നബിയല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, മിൻ ദിക്കത്തി സാഖി, അബ്ദുള്ളയുടെ ആ മെലിഞ്ഞ ആ സാക്കുണ്ടല്ല, കണങ്കാൽ, അത് കണ്ടപ്പോ ചിരി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തെന്തെന്നറിയോ? വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അള്ളാഹു തന്നെയാണ് സത്യം. ലഹുമാ, നിങ്ങളിപ്പോ ചിരിച്ച ഈ രണ്ട് കാലുകൾ കണ്ടപ്പോ ചിരിച്ചില്ലേ? ലഹുമ, ആ രണ്ട് കാലുകൾക്ക് അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്ഥാപിക്കുന്ന നന്മ തിന്മകൾ തൂക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന മീസാൻ ഉണ്ടല്ലോ, തുലാസ് ഉണ്ടല്ലോ, ആ തുലാസിൽ, നന്മയുടെ തുലാസിൽ ഈ രണ്ട് കാലുകൾക്ക് ഉഹദ് പർവ്വതത്തെക്കാൾ വെയിറ്റ് ഉണ്ടാവും, കനമുണ്ടാവും സഹാബത്തെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുക. എന്താ മറുപടി? എന്താണ് ആ മറുപടി? ആ കാലുകൾക്ക് ഉഹദ് മലയേക്കാൾ, ഉഹദ് മല എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഗംഭീരമായ മലയാണ്, വലിയ മലയാണ്. ആ മലയേക്കാൾ വെയിറ്റ് ഉണ്ടാവും, കനമുണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരുത്തി കൊടുക്കണം. നോക്കൂ സഹോദരന്മാർ, സഹോദരിമാർ, നേർക്കുനേർ ഇവർ പരിഹസിച്ചിട്ടില്ല. നേർക്കുനേരെ പരിഹസിച്ചിട്ടല്ല, വേണം വിചാരിച്ചും പരിഹസിച്ചതല്ല, മറിച്ച് കരുതി കൂട്ടി പരിഹസിച്ചതുമല്ല, മറിച്ച് ഇത് പെട്ടെന്ന് കണ്ട സമയത്ത് ഒരു ചിരി അട് വന്നു പോയതാണ്, അപ്പൊ ഒന്ന് ചിരിച്ചതാണ്. അതിനെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തിരുത്തി കളഞ്ഞു. അതിന്റെ ആ ഒരു ഗൗരവത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. നോക്കൂ, നമ്മുടെ നാട് തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. നമ്മുടെ നാട് തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ജനാധിപത്യ സംവിധാനം, ആ സംവിധാനത്തിൽ പലപ്പോഴും വിയോജിപ്പുകൾ സ്വാഭാവികമാണ്. വിയോജിപ്പുകൾ ഉണ്ടാവും, യോജിപ്പില്ലാത്ത മേഖലകൾ ഉണ്ടാവാം. എന്നാൽ ആ വിയോജിപ്പുകൾ ഒരിക്കലും വ്യക്തിഹത്യയിലേക്കോ അതല്ലെങ്കിൽ പരിഹാസത്തിലേക്കോ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനത്തിലേക്കോ വഴിമാറാൻ പാടില്ല. പലപ്പോഴും ഇന്ന് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖേദകരമാണ് ഇന്നത്തെ കാഴ്ചകൾ, ഇന്ന് സങ്കടമാണ് ഇന്നത്തെ കാഴ്ചകൾ. വ്യക്തിഹത്യയും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും തരം താഴ്ത്തുകളും കളിയാക്കലും തുടങ്ങി നിരവധി പാപങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം കുമ്പിടുന്ന മനുഷ്യൻ പോലും ഈ പരിഹാസത്തിലും കുറ്റപ്പെടുത്തലുകളിലും കളിയാക്കലുകളിലും പങ്കെടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ, പങ്കെടുക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ്. എന്തേ? 5 നേരം നമസ്കരിച്ചിട്ടും ആ നമസ്കാരത്തിന്റെ ഫലം ഈ മനുഷ്യർ ഉണ്ടാവുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരം ഉണ്ടല്ലോ, 5 നേരത്തെ നമസ്കാരം, ഇത് സകല
തിന്മകളിൽ നിന്നും തോന്നിയവാസങ്ങളിൽ നിന്നും അത് മോശപ്പെട്ട എല്ലാ സംഗതികളിൽ നിന്നും ഉറുക്കപ്പെട്ട എല്ലാ പാപങ്ങളിൽ നിന്നും ഒക്കെ ഒരു മനുഷ്യന് തടയുന്നതാണ് എന്ത്? 5 നേരത്തെ നമസ്കാരം. എന്നിട്ട് 5 നേരം നമസ്കരിച്ചിട്ടാണ് മനുഷ്യൻ പുറത്തു പോയിട്ട് എന്ത് ചെയ്യുന്നത്? ആളുകളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, മറ്റുള്ളവരെ പരിഹസിക്കുന്നത്, ഇകഴ്ത്തി പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് എന്ത്? നമ്മുടെ സംസാരത്തിൽ കളവ് വരാതിരിക്കണം എന്നുള്ളത്. കളവും വന്നുകൊണ്ടിരിക്കുന്ന വ്യാജ വർത്തമാനങ്ങളും വ്യാജ പ്രവർത്തനങ്ങളും ഇന്ന് സമൂഹത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഗുരുതരമായ തിന്മയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാവിനെ നിങ്ങൾ അടക്കി നിർത്തുകയാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. എന്നാൽ നാവിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ തമാശ പറയാനോ അല്ലെങ്കിൽ ഒരു രസം പറയാനോ പാടില്ല എന്നുള്ളതല്ല. ചിരിക്കാം, തമാശ പറയാം, രസം പറയാം, പക്ഷേ കളവ് പറയാൻ പാടില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവുന്നതാകരുത് നമ്മുടെ സംസാരവും നമ്മുടെ തമാശയും നമ്മുടെ രസം പറച്ചിലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രസം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, യാദൽ ഉദ്നൈൻ. യാദൽ ഉദ്നൈൻ, 2 ചെവിയുള്ള ആളെ. അതിന് കാരണമുണ്ട്. ആ രംഗം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റുബ്ബമ ഖാലലി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറയാറുണ്ടായിരുന്നു, യുദാഇബ്നി വയുമാസിഉനി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ചിരിപ്പിച്ചുകൊണ്ട് എന്നോട് തമാശ പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിക്കുമായിരുന്നു, യാദൽ ഉദ്നൈൻ, 2 ഉദ്നുള്ള 2 ചെവിയുള്ള ആളെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പലപ്പോഴും വിളിച്ചിരുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഉസാമ എന്ന് പറയാണ്. ആരാന്ന്? അനസ് റളിയല്ലാഹു അൻഹു അറിയോ? ആരാ അനസ് റളിയല്ലാഹു അൻഹു? ഹുവ അഹദു റുവാത്തിൽ ഹദീസ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് തിരുവചനങ്ങൾ റസൂലുള്ളാഹിനെ പ്രത്യേകിച്ച് വീക്ഷിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു കേട്ട് അത് അതേ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അത്രക്കും ഹദീസുകൾ എന്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദാഇബുഹു യുലാത്തിഫുഹും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തമാശപ്പെടുത്തുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് വളരെ അനുകമ്പയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അത്തനബ്ബുഹു വതഅഖുദ്. ഈ അനസ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരാളാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കും. അത് അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അനസ് റളിയല്ലാഹു അൻഹു. അത്രക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർന്നുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അതായി ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്കും എന്ത് ചെയ്തും ഈ അനസ് റളിയല്ലാഹു അൻഹു വീക്ഷിക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ആര്? അനസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത്രക്കും തന്നെ കേൾക്കുന്ന ഈ അനസ് റളിയല്ലാഹു അൻഹു യാദൽ ഉദ്നൈൻ, നല്ല കേൾവിയല്ലേ, നല്ല കേൾവിക്കാരനാണ് എന്ന രൂപത്തിലാണ് ഈ തമാശ വർത്തമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. ആരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ? കാന നബിയൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വദൂദൻ, വളരെ സ്നേഹമുള്ള ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലതീഫൻ, ആരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ? അനുകമ്പയുള്ള ആളായിരുന്നു. യുദാഇബു അസ്ഹാബഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളുടെ അനുയായികളുടെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളിക്കുമായിരുന്നു. വയുലാത്തിഫും, അവരോട് അങ്ങേയറ്റം അനുകമ്പയുള്ള ആളായിരുന്നു. വയുമാസിഉഹും, അവരോട് തമാശ പറയുമായിരുന്നു. വയൽഹഖു മഅഹും, ഈ സ്വഹാബത്തിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുമായിരുന്നു. വലാ യഖൂലു ഇല്ലാ സുദ്ഖൻ, പക്ഷെ സത്യമല്ലാതെ വേറൊന്നും പറയില്ല. സത്യമല്ലാതെ വേറൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നില്ല. നോക്കൂ, മഹാനായ അലി റളിയല്ലാഹു അൻഹു. ആരാ അലി റളിയല്ലാഹു അൻഹു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്ന ഒരു പേരുണ്ട്, യാ അബാ തുറാബ്.
ഈ മണ്ണിന്റെ വാപ്പ. ഇതിനൊരു സംഭവമുണ്ട്. ഈ വിളിക്ക് ഇങ്ങനെ വിളിക്കാൻ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അലിയുള്ളാന്റെ ജീവിതത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ബൈത്തി ഫാത്തിമ, തന്റെ മകളുടെ വീട്ടിലേക്ക്, ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുകയാണ്, പോവുകയാണ്. ഫലം യജിദ് അലിയൻ ഫിൽ ബൈത്ത്, ആ വീട്ടിൽ ചെന്ന സമയത്ത് ആരില്ല, വീട്ടിൽ ആരില്ല, അലി റളിയല്ലാഹു ഇല്ല, മരുമകനില്ല. അപ്പോ ഫാത്തിമ ബീബിയോട്, മോളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, യാ ഫാത്തിമ ഐന ഇബ്നു അമ്മക്, എവിടെ പോയി അലി? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, കാന ബൈനി വ ബൈനഹു ഷൈഅൻ, എന്റെയും അദ്ദേഹത്തിന്റെ ഇടക്ക് ചെറിയൊരു സംഭവമുണ്ട്, ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഫഹളബനി ഫഖറജ ഫലം യകുൻ, അപ്പൊ ഇവിടുന്ന് മിണ്ടാതെയാണ്ട് പോയിട്ടുണ്ട് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു, അലീനൊന്നും പോയി നോക്കൂ. മോശമാക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മരുമോനെ അന്വേഷിക്കുകയാണ്. സഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അലീനൊന്ന് അന്വേഷിക്കുക. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു, തിരിച്ചു വന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ അദ്ദേഹം എവിടെയുണ്ട്? ഹുവ ഫിൽ മസ്ജിദ് റാഖിദ്, പള്ളിയിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. പള്ളിയിലാണ്, ഉറങ്ങാണ്. പോയത് എടുക്ക, പുറത്തേക്ക് വേറെ എടുക്കുകയല്ല. അലി റളിയല്ലാഹു പോയത് പള്ളിയിലാണ്. പള്ളിയിൽ പോയിട്ട് അവിടെ കിടന്നു ഉറങ്ങുകയാണ് അലി റളിയല്ലാഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുമോന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഫജാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൽതജിൻ, അവിടെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കാണ്. ആര്? അലി റളിയല്ലാഹു അൻഹു. വഖദ് സകത റിദാഹു, അലി റളിയല്ലാഹുവിന്റെ തട്ടം അത് കിട്ട് മാറിപ്പോയിട്ടുണ്ട്. ആ കിടത്തത്തിൽ അപ്പൽപ്പ് ഉറങ്ങിയിട്ടുണ്ട്, അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അൻഷക്കിഹി, അലി റളിയല്ലാഹുവിന്റെ ആ ഭാഗം അത് ഇങ്ങോട്ട് മണ്ണിൽ ഇങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ട്. ഫഅസാബത്തുറാബു, ആ പാർശ്വത്തിൽ അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ മണ്ണ് പുരണ്ടിട്ടുണ്ട്, മണൽത്തരികൾ ഇങ്ങനെ പുരണ്ടു കിടക്കാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഉ അൻഹു, അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ നിന്ന് ആ പൊടികൾ മണ്ണൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് തന്റെ ചിരുകൈകൾ കൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖും യാ അബാ തുറാബ്, അബൂ തുറാബ് എഴുന്നേൽക്ക്. നോക്കൂ, ഒരു മോശങ്ങാക്ക മകളോട് അല്പം തെറ്റിപ്പോയി കിടന്ന ആ മരുമകന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ മരുമകന്റെ ശരീരത്തിലുണ്ടാവുന്ന മൺതരികൾ തട്ടി മാറ്റിയിട്ട് വിളിക്കുക, ഖും യാ അബാ തുറാബ്, അബൂ തുറാബ് ഒന്ന് എഴുന്നേൽക്ക് അബൂ തുറാബ്. ഈ രണ്ട് വിളികളാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. എന്നെ വല്ലാണ്ട് ആകർഷിച്ച ഒരു രംഗമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരുമകന്റെ ആ ശരീരത്തിലെ മൺതരികൾ തട്ടിക്കൊണ്ട് വിളിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്തിന്റെ പ്രവാചകനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും കൂടിയാണ്? ഒരു അമ്മോശനാക്കം കൂടിയാണ്. അതവിടെ കാണിക്കാണ്. ഒരു ഭാര്യ പിതാവാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹുവിനെ വിളിച്ചു, അലി റളിയല്ലാഹുവിനെ ഉണർത്തിക്കൊണ്ട് ആ സ്നേഹത്തിന്റെ വിളി ഉണ്ടല്ലോ, അബൂ തുറാബ്, ഒരു തമാശ കലർന്ന ഈ വിളി അലി റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും സങ്കടമല്ല ഉണ്ടായത്. അലി റളിയല്ലാഹുവിന് ഒരിക്കലും വെറുപ്പല്ല ഉണ്ടായത്. മറിച്ച് സമാധാനം, സന്തോഷവുമാണ് അലി റളിയല്ലാഹുവിന് ഉണ്ടായത്. സമാധാനത്തോടുകൂടി അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ നമ്മുടെയൊക്കെ നാവിലൂടെ ഉണ്ടാകുന്ന വാക്കുകൾ, പദപ്രയോഗങ്ങള്, പരിഹാസങ്ങള് എത്ര ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട്, എത്ര ആളുകളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, എത്ര ആളുകളെ നോവിക്കുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ തർക്കങ്ങളും കുതർക്കങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ വചനത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഒരു താക്കീത് വിശ്വാസി സമൂഹത്തിന് നൽകുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഈമാൻ ഉൾക്കൊണ്ട ആളുകളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനതയും മറ്റൊരു ജനതയെ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ, ഒരു ടീമും മറ്റൊരു ടീമിനെ കുറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്. അസാ യകൂനു ഖൈറൻ മിൻഹും,
കാരണം പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ എത്രയോ മെച്ചമുള്ള ആളുകളായിരിക്കും. ഈ ആരെയാണോ നമ്മൾ പരിഹസിക്കുന്നത് അവർ നമ്മെക്കാളും മെച്ചമുള്ള ആളുകളായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലാ നിസാഉൻ മിൻ നിസാഇൻ അസായകുന്ന ഖൈറൻ മിൻഹുന്ന. സ്ത്രീ സമൂഹമേ, നിങ്ങൾ കുറച്ച് സ്ത്രീകളും മറ്റൊരു സ്ത്രീകൾ എന്ത് ചെയ്യരുത്? പരിഹസിക്കരുത്. കാരണം ഈ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ എത്രയോ മെച്ചമുള്ളവരായിരിക്കും, നല്ല ആളുകളായിരിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, വലാ തൽമിസു അൻഫുസകും. നിങ്ങൾ തമ്മിൽ നിങ്ങൾ പരസ്പരം കുറവാക്കരുത്. നിങ്ങൾ പരസ്പരം അപമാനിക്കരുത്. നിങ്ങൾ പരസ്പരം കുത്തി പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പരിഹാസ പേരുകൾ, നിക്നെയിമുകൾ നിങ്ങൾ വിളിച്ചു പറയരുത്. അങ്ങനെ വിളിച്ച് നിങ്ങൾ അഭിസംബോധന ചെയ്യരുത്. നോക്കൂ, ചില ആളുകൾക്കൊക്കെ വിളിപ്പേരുണ്ടാവും, ഷോർട്ട് നെയിം ഉണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷോർട്ട് നെയിം കൊണ്ട്, ഈ വിളിപ്പേര് കൊണ്ട് അവർക്ക് പ്രയാസപ്പെടുന്നതാണോ, അവരെ ഇഷ്ടപ്പെടുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രയാസപ്പെടുന്നതാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വിളിക്കരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിനുശേഷം പറയാണ്, ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. സത്യവിശ്വാസത്തിന് ശേഷം ദുഷ്ടപേര് വിളിക്കുന്നത് എത്ര മോശമാണ് എന്ന് വെച്ചാൽ, ഷഹാദത്തുൽ കലിമ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് ഉരുവിട്ട ഒരു മനുഷ്യൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈമാൻ ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന്, വായിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ത്? പരിഹാസപ്പേരുകൾ, നിക്നെയിമുകൾ, പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, പരിഹസിക്കുന്ന കുത്തുവാക്കുകളും വർത്തമാനങ്ങളും ഒരാളുടെ നാവിൽ നിന്ന്, ഈമാൻ ഉൾക്കൊണ്ട ഒരാളുടെ നാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നോക്കൂ, ഒരാളെ താഴ്ത്തിക്കെട്ടാൻ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടാൻ അവരുടെ അല്ലെങ്കിൽ അയാളുടെ ന്യൂനതകളും പോരായ്മകളും, മറ്റുള്ള വിഭാഗത്തിന്റെ ന്യൂനതകളും പോരായ്മകളും അത് കണ്ടെത്തി അത് അവിടുന്ന് തുറന്നു കാട്ടി സമൂഹത്തിൽ പരിഹസിക്കുക എന്നത്, മോശമാക്കി കാണിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മോശമാണ്. എത്ര മോശമാണ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖ്, ആ ദുഷ്ടപേര് വിളിക്കുക എന്നുള്ളത്. നോക്കൂ സഹോദരന്മാരെ, ഇതുപോലെയുള്ള പരിഹാസവും അവഹേളനവും കളിയാക്കലും അതൊന്നും ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല, സത്യവിശ്വാസിയുടെ സംസ്കാരവുമല്ല. അതൊക്കെ ജാഹിലിയത്തിന്റെ സംസ്കാരങ്ങളാണ്, ജാഹിലിയത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ഇതൊരിക്കലും ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന് അത്തരം വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ലൈസൽ മുഅ്മിൻ, ഒരിക്കലും മുഅ്മിൻ ആവുകയില്ല. എങ്ങനെ? ബിത്ആൻ, സത്യവിശ്വാസി ഒരിക്കലും കുത്തിപ്പറയുന്നവനാവുകയില്ല. മറ്റുള്ളവരെ കുത്തിപ്പറയുന്നവൻ ഒരിക്കലും വിശ്വാസിയാവുകയില്ല. വലൽ ആൻ, ശപിച്ചുകൊണ്ട് സംസാരിക്കാൻ സത്യവിശ്വാസിക്ക് കഴിയില്ല. വലൽ ഫായിഷ്, ദുഷ്ടനുമാവുകയില്ല ആര്? സത്യവിശ്വാസി. വലൽ ബദീം, അസഭ്യം പുലമ്പുന്നവനുമല്ല, അസഭ്യം പറയുന്നവനുമല്ല ആര്? സത്യവിശ്വാസി. ഒരു സത്യവിശ്വാസിക്കും അങ്ങനെ പറയാൻ, അങ്ങനെ ചെയ്യാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കയില്ല. ഇനി എങ്ങാനും നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ വല്ല പദങ്ങളും വല്ല വർത്തമാനങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ ലം യതുബ്, ആരെങ്കിലും ഇതുപോലെയുള്ള വാക്കുകളും പദപ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ, പാർട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, വളരെ സങ്കടകരം എന്ന് പറഞ്ഞാൽ മതസംഘടനകളിൽ പോലും പലപ്പോഴും വ്യക്തിഹത്യ നടത്തുന്ന, പരിഹസിക്കുന്ന, പരിഹാസവാക്കുകൾ പറയുന്ന, കുത്തിപ്പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. രാഷ്ട്രീയ പാർട്ടികളിലും രാഷ്ട്രീയ വർത്തമാനങ്ങളിലും സമൂഹത്തിലുള്ള മറ്റു സാധാരണ ആളുകളിൽ പോലുമല്ല, ഇവരിൽ പോലും, നേതാക്കന്മാരിൽ പോലും ഇങ്ങനെ ഒരു സംഭവ പരിഹാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഖേദകരമാണ്. മഹാനായ ഹാറൂൻ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ അടുക്കലേക്ക് നിയോഗിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ആരാണ് ഫിർഔൻ എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. ആ ഫിർഔന്റെ അരികിലേക്ക് മൂസാ നബിയെയും
ഹാറൂൻ അലൈഹി സ്വലാമിനെയും നിയോഗിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയിൽ കാണാൻ സാധിക്കും, ഇദ്ഹബാ മൂസ ഹാറൂൻ, നിങ്ങൾ രണ്ടുപേരും പോകണം ഇലാ ഫിർഔൻ ഇന്നഹു തആം, വളരെ അക്രമികാരിയാണ്, വളരെ അക്രമം ചെയ്തിട്ടുണ്ട്, അക്രമത്തിൽ അങ്ങേയറ്റം പോയിട്ടുണ്ട് ഫിർഔൻ. ആ ഫിർഔന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം. ഫഖൂല, നിങ്ങൾ രണ്ടുപേരും പറയണം, ലഹു, അദ്ദേഹത്തോട്, ആ ഫിർഔനോട് പറയണം, ഖൗലൻ ലയ്യിന, നിങ്ങൾ മാന്യമായിട്ടായിരിക്കണം നിങ്ങളുടെ സംസാരം ഉണ്ടാവേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഖുർആൻ ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരത്തിൽ ഒരുപാട് പരിഹാസങ്ങളും കുത്തുവാക്കുകളും വരികയാണ്. അള്ളാഹു പറയാണ്, വമല്ലം യതുബ്, നിങ്ങളിത് ഇതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, ആരെങ്കിലും ഇങ്ങനെയുള്ള വാക്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് മാപ്പ് പറയുകയും ഖേദിച്ച് മടങ്ങുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമകാരികളായിട്ടുള്ള ആളുകൾ, അവരാണ് ഏറ്റവും അക്രമകാരികളായിട്ടുള്ള ആളുകൾ. നോക്കൂ സഹോദരന്മാരെ, ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മാറി മറിയുന്നതാണ് നമ്മുടെ രാഷ്ട്രീയങ്ങൾ. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മാറി മറിയും. രാഷ്ട്രീയത്തിന് വേണ്ടി ബന്ധങ്ങൾ മുറിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആരും എത്തിപ്പെടരുത്. നമ്മുടെയൊക്കെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പോലും അവസാനം ചെന്നെത്തുക ഏതിലേക്കാണ്? ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്കാണ് പലപ്പോഴും പല ചർച്ചകളും എന്ത് ചെയ്യുന്നത്, ചെന്നെത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാരണത്താൽ പകയും വിദ്വേഷവും വെച്ച് നടക്കുക എന്നുള്ളത് അങ്ങനെ മനുഷ്യർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിലുള്ളവർ പോലും പരസ്പരം മിണ്ടാതെ ദേഷ്യത്തോടുകൂടി പകയോടുകൂടി തിരിഞ്ഞു പോകുന്ന ആളുകൾ, പരസ്പരം കൂട്ടുകാരായിരുന്നവർ പോലും പരസ്പരം മിണ്ടാതെ മാറി നിൽക്കുന്ന ആളുകൾ, ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ജീവിതത്തിൽ പോലും പകയും വിദ്വേഷവുമായി തെറ്റി നടക്കുന്ന ആളുകൾ, പരസ്പരം കണ്ടിട്ട് പോലും കാണാത്തതുപോലെ തിരിഞ്ഞടക്കുന്ന ആളുകളായിട്ട് മാറുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ച ഒരു ഹദീസ് അതിവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വയഗ്ഫിറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, ആ സമയത്ത്, ആ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കും. ഏത് അടിമകൾക്ക്? അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചെയ്യാത്ത ശിർക്ക് ചെയ്യാത്ത അടിമകൾക്ക് അള്ളാഹു അവന്റെ ചെറുപാപങ്ങളും അവന്റെ പാപങ്ങളും ഇങ്ങനെ പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ, ശിർക്ക് ചെയ്യാത്ത മനുഷ്യർക്കും ചില ആളുകൾക്ക് എന്ത് ചെയ്യില്ല, പുറത്തു കൊടുക്കൂല. കാരണം അവർക്ക് സുഹൃത്തുക്കൾക്കിടയിൽ, പരസ്പരം സഹോദരങ്ങൾക്കിടയിൽ, പരസ്പരം കുടുംബത്തിനിടയിൽ, പരസ്പരം അവർക്കിടയിൽ എന്തെങ്കിലും വിദ്വേഷമോ പകയോ ഉണ്ടായിക്കൊണ്ട് പരസ്പരം തെറ്റി നടന്നാൽ അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഓരോ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഉയർത്തപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് പറയും, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹ. ആ അമലുകൾ അങ്ങോട്ട് മാറ്റിവെക്ക്, അതിനൊരു താമസം കൊടുക്കണം. ഏതുവരെ? ഈ രണ്ട് ആളുകൾ നന്നായി വരുന്നത് വരെ ആ അമലുകൾ സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞ് ഈ അമലുകൾ, ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള 5 നേരത്തെ നമസ്കാരം, നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ നോമ്പ്, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, സ്വതക്കകൾ, മറ്റു ദിക്റുകളും അദ്കാറുകളും ഖുർആൻ പാരായണവും മറ്റു നന്മകളും പുണ്യങ്ങളും മുഴുവൻ മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക്. എന്തേ കാരണം? ഈ 2 ആളുകൾക്കിടയിൽ ചെറിയൊരു പ്രയാസമുണ്ടായി, അവർ തെറ്റി നടന്നു. ആ ഒരൊറ്റ കാരണത്താൽ മാറ്റിവെക്കാണ്. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത ആളുകളുടെ അമലുകൾ പോലും നോക്കും, ഒരൊറ്റ സമയം പോലും, ഒരു സെക്കൻഡ് സമയം പോലും നമ്മുടെ അമലുകളെങ്ങാനും മാറ്റിവെക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടം? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമേതാ? ഇന്ന് നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു ജുമാ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജുമായിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ജുമായുടെ അമലുകൾ, ഈ ജുമായുടെ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നഷ്ടക്കാരിലല്ലേ പെട്ടുപോകുന്നത്? ആ നഷ്ടക്കാരാകുന്ന കാരണം എന്താ? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ള പരസ്പരമുള്ള പരിഹാസവും കുത്തുവാക്കുകളും ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും. ഇത് മുഖേനയാണ് തർക്കങ്ങളും കുതർക്കങ്ങളും, ഇത് മുഖേനയാണ് പരസ്പരം നമ്മൾക്കിടയിൽ ഭിന്നിപ്പ്, അകൽച്ച ഉണ്ടാകുന്നത്. ഈ അകൽച്ച ഉണ്ടാകാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്തത്, നിങ്ങൾ മാറി നിൽക്കണം.
പരിഹാസത്തിൽ നിന്ന്, പരിഹാസ വാക്കുകളിൽ നിന്ന്, കുത്തുവാക്കുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കണം.